പ്രകോപിക്കപ്പെടുന്നവനും കർത്താവിന്റെ ഭക്തരെ മാനിക്കുന്നവനും അയൽക്കാരനോട് പ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇവ ചെയ്യുന്നവൻ നീതിമാനാകുന്നു, അവൻ ഒരിക്കലും വിളവുകയില്ല. ദൈവമേ, എന്നെ കാത്തരുളേണമേ, എന്നാൽ നിന്നിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. നീയാണ് എന്റെ നാഥനെന്നും എന്റെ നന്മ നിന്നിൽ നിന്നാണെന്നും കർത്താവിനോട് ഞാൻ പറഞ്ഞു. ഭൂമിയിലുള്ള പരിശുദ്ധരും ശ്രേഷ്ഠരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്നും അന്യദേവന്മാരെ അനുകരിക്കുന്നവരുടെ ദുരിതങ്ങൾ ഏറിക്കൊണ്ടിരിക്കും. അവർക്ക് ഞാൻ രക്തബലി അർപ്പിക്കുകയില്ല, അവരുടെ നാമം ഞാൻ ഉരുവിടുകയില്ല. എന്റെ അവകാശവും പാനപാത്രവുമായ കർത്താവേ, എന്റെ ഓഹരി നീ എനിക്ക് തിരിച്ചു തന്നു. നല്ല സ്ഥലത്താണ് എനിക്ക് അളവ് ചങ്ങല വീണത്, എന്റെ ഓഹരി എനിക്കിഷ്ടമായി. എനിക്ക് ഉപദേശം നൽകിയ കർത്താവിന് ഞാൻ വാഴ്ത്തും. രാത്രിയാമങ്ങളിൽ എന്റെ അന്തരങ്ങളിൽ പഠിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കുമാമേൻ. കർത്താവിന്റെ ഓഹരിയും പാനപാത്രവുമാകുന്നു, അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാകുന്നു, അവിടുന്ന് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കഥാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമവോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കിടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ.
വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുധകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവാകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചി ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലായാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. യോനായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 3, 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശ്രയിച്ചാലും. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോകുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ അവിടുന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുമെടുത്ത് ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്.
മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുന്നതിനും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. സരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. മഹിമാവല്ലോ വാനിലുമൊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സുരനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സഹോദരരെ, വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. നിന്നെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപകരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിനും, ശുശ്രൂഷാപരം ശുശ്രൂഷാ നിർവഹണത്തിനും, അധ്യാപനപരം അധ്യാപനത്തിലും, ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരത്തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിരിക്കുവിൻ. കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ.
പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ, അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. ഹല്ലേലൂയ, പാടാമൊന്നായി ഹല്ലേലൂയ, 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 പാടാമൊന്നായി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്രയമരുളും കർത്താവിങ്കൽ ശരണമണയ്ക്കുക, ജീവിതഭാഗ്യം നാഥനു സമനായി ആരുണ്ടോർത്താൻ, മണ്ണിലും അതുപോൽ വിണ്ണിലുമേവം ദൈവിക നന്മകൾ കീർത്തിച്ചിടാം. നാവിനു തെല്ലും കഴിവില്ലല്ലോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്ക് എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ, പാടാമൊന്നായി ഹല്ലേലൂയ, 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 പാടാമൊന്നായി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ 12 വരെ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സുഖരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് വിഭൂതി തിരുനാൾ ആഷ് മൺഡേ. ഈ ദിവസത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇന്നേ ദിവസം അതിൻ്റെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മാത്രം മനസ്സിൽ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുക. നോമ്പ് എന്ന് കേൾക്കുമ്പം സന്തോഷമാണോ സങ്കടമാണോ?
ഇന്നലെ അടിച്ചു ഒടിച്ച് പേത്രത്തൊക്കെ കോഷിച്ചു. സാധാരണ രീതിയിൽ പണ്ടൊക്കെ എൻ്റെ വല്യപ്പനും വല്യമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പേത്രത്തായ്ക്ക് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം എത്ര മിച്ചം വന്നു കഴിഞ്ഞാലും ആ ചട്ടി സഹിതം തല്ലിപ്പൊട്ടിച്ച് കളയുമായിരുന്നു. കാരണം പിറ്റേ ദിവസം പട്ടിക്ക് പോലും കൊടുക്കത്തില്ല സാധനം. അങ്ങനത്തെ ഒരു പതിവായിരുന്നു നമുക്കുള്ളത്. ഇന്നറിയില്ല എത്ര പേരുടെ നോമ്പ് പൊളിഞ്ഞോ എന്നും നമുക്കറിയില്ല. ഇന്നലത്തെ ഇച്ചിരൂടെ മിച്ചം ഉണ്ടായിരുന്നു, പിള്ളേർ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിച്ചോ? ചിലരെ ചിരി കണ്ടപ്പം പൊളിഞ്ഞു പോകാൻ തോന്നുന്നു. നോമ്പ് ആദ്യം തന്നെ പൊളിഞ്ഞു. നമുക്കറിയാം, സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പം നോമ്പ് എന്ന് ഉപവാസം എന്ന് കേൾക്കുമ്പം മനസ്സിനെ എന്തോ ഒരു ഭാരപ്പെടുത്തുന്ന കാര്യം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തിനാ ഉപവസിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ നോമ്പ് നോക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്ത സാധാരണ രീതി വരാറുണ്ട്. കാരണം നമുക്കത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ആഴങ്ങൾ അല്പം കൂടെ ഡെപ്തായിട്ട് നമ്മളിന്ന് പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും നല്ല കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്ന് നമ്മൾ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ഐശ്വര്യത്തോടെ ഒക്കെ ജീവിക്കുന്നതിൻ്റെ കാരണം ഈ നോമ്പ് ഉപവാസമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഈ 50 ദിവസവും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു റെസ്റ്റും കൊടുക്കാതെ ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കൊളസ്ട്രോളും BP ഒക്കെ വന്ന് ചിലപ്പം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ചത്തുപോകും. അത് എനിക്ക് തോന്നുന്നു ഇത് ആവശ്യമാണ് നമ്മുടെ ഈ നോമ്പ് ഉപവാസമൊക്കെ. അതിൻ്റെ ഏറ്റവും കാതലായ ആശയം നമ്മളെ പിടിച്ചു നിർത്തുന്ന, എന്നെ ഞാനാക്കുന്ന യാഥാർത്ഥ്യമാണ് ഉപവാസം, നോമ്പ് എന്ന് നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷാദവും ഉണ്ടാകാൻ പാടില്ല. വിഷാദം എന്ന് പറഞ്ഞാൽ വിഷമം ഉണ്ടാകാൻ പാടില്ല. ആ വചനം ഒന്നുകൂടി നോർത്താം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്നാ പറയുക. അങ്ങനെ വരുമ്പം അതിൻ്റെ അർത്ഥം വരുന്നത് എല്ലാവരും ഉപവസിക്കണമെന്നാണ് പറയുക. ആർക്കും ഒരു എക്സ്ക്യൂസ് ഇല്ല, എല്ലാവരും ഉപവസിക്കണം എന്നാണ് പറയുക. സ്നേഹമുള്ളവരെ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം ഒക്കെ വായിക്കുമ്പം ഈ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ പ്രാധാന്യം ചെറിയ രീതിയിലൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. പ്രത്യേകിച്ച് അപ്പസ്തോലന്മാർ കൈവപ്പ് ശുശ്രൂഷ വഴി പ്രവാചകന്മാരെ അല്ലെങ്കിൽ പ്രീസ്റ്റിനൊക്കെ തിരഞ്ഞെടുക്കുമ്പം അവർ ഉപവസിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, ഏതെങ്കിലും രീതിയിൽ ഒരു പ്രത്യേക ഡിസിഷൻ ഒക്കെ നമ്മൾ എടുക്കുമ്പം നമ്മുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ ഉപവസിച്ചതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പം ഒരു വലിയൊരു ശക്തിയാണ്. ഈ ഉപവാസത്തിൻ്റെ ഏറ്റവും വലിയൊരു മകുട ഉദാഹരണം പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അമലേക്യർ ഇസ്രായേൽ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അമലേക്യർ എന്ന് പറയുമ്പം ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും, പൈശാചികമായ ബന്ധനമുള്ളവരെ പിശാചുക്കളും ഇസ്രായേലും തമ്മിലുള്ളൊരു യുദ്ധം കണക്കാ പോവുക. അങ്ങനെയാ പറയുക, ഒരു സേറ്റനിക് പവറുള്ള ആളുകളാണ് അമലേക്യർ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പം ഇവരുമായിട്ട് യുദ്ധം നടക്കുമ്പം അകപ്പാടെ ഭയങ്കര ടെൻഷനാണ്. നമുക്കറിയാം, മോശയാണ് ലീഡർ, ജോഷുവയുണ്ട്, അതുപോലെ തന്നെ കുറേയേറെ ആളുകളുണ്ട്. മോശ ഉടനെ തന്നെ ജോഷുവയെ വിളിച്ച് പറയുന്നു, ഞാൻ മലമുകളിലേക്ക് പോകുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, താഴ്വരയിൽ ചെന്ന് യുദ്ധമൊക്കെ ലീഡ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക വേണ്ട രീതിയിൽ, ഞാൻ മലമുകളിൽ പോയി പ്രാർത്ഥിക്കാം. തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ വടിയും എടുത്തുകൊണ്ട് മോസസ് മലമുകളിലേക്ക് പോകുകയാണ്. മലമുകളിൽ ചെന്ന് ആ വടി അല്ലെങ്കിൽ കൈ രണ്ടും ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി അവൻ പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു നേരമൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പം കൂടെ ഉണ്ടായിരുന്ന അഹ്റോനും ഹൂറും എന്ന് പറയുന്ന 2 പേരുണ്ട്. അവർ താഴേക്ക് നോക്കുന്നുണ്ട്. മോസസ് ഇങ്ങനെ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇസ്രായേൽക്കാർ ജയിക്കുന്നുണ്ട്. പക്ഷേ
കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം കൈ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കൂടുതൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കൈ കഴയ്ക്കും. കൈ കഴച്ച് കഴിഞ്ഞപ്പോഴത്തേനും മോശ കൈ താത്തി. അപ്പോഴും ഇസ്രായേൽക്കാർ തോക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ആ പാടെ ടെൻഷനായി. കൂടെ ഉണ്ടിരുന്നവർ എപ്പോഴും കൈപിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബൈബിൾ നമുക്ക് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, മോസസിനെ പിടിച്ചൊരു കല്ലിൻ്റെ പുറത്ത് കയറ്റിയിരുത്തി അഹ്റോനും ഹൂറും മോസസിൻ്റെ കൈ താഴാതിരിക്കാൻ വേണ്ടി 2 കൈയിലും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കുക, കൈ താഴാതിരിക്കാൻ. അപ്പോൾ അത് വൈകുന്നേരം വരെ നീണ്ടു നിന്നെന്നാണ് പറയുമ്പോൾ, അങ്ങനെ വൈകുന്നേരം വരെ നീണ്ടു നിന്നപ്പം ആ യുദ്ധം ഇസ്രായേൽക്കാർ ജയിച്ചു. പിശാചിൻ്റെ സന്തതികളായ അമലേക്കർ തോറ്റു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു വലിയ ഒരു ഉദാഹരണം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാം. അല്പം നമ്മളൊന്ന് ത്യാഗം സഹിക്കുകയാണെങ്കിൽ, അത് ശരീരത്തിൻ്റെതായ രീതിയിലുള്ള ആ തൃഷ്ണയെ തൃപ്തിപ്പെടുത്താത്ത ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും തമ്പുരാൻ കേൾക്കുമെന്ന്. അത് കഴിയുമ്പോൾ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പൈശാചിക ശക്തി തോറ്റു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇക്കാര്യം നീ എഴുതി വെക്കണമെന്ന് പറയുന്നുണ്ട് മോസസിനോട്. സ്നേഹമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഈ സംഭവങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുടുംബ പ്രാർത്ഥന തീഷ്ണതയോടുകൂടി ചെല്ലിയ അവസരമില്ലേ? ബൈബിൾ വായിച്ച സാഹചര്യമില്ലേ? ഏറ്റവും തീഷ്ണതയോടുകൂടെ ധ്യാനകേന്ദ്രത്തിൽ പോയ സാഹചര്യങ്ങളില്ലേ? ഈ സാഹചര്യങ്ങളിലൊക്കെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നമ്മൾ പോയ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങളാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ. നമ്മൾ അതൊന്ന് ആത്മപരിശോധന ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നോമ്പെടുത്ത് പശ്ചാത്തപിച്ച് പരിഹാര പ്രവൃത്തി ചെയ്ത് ഈ 50 ദിവസങ്ങൾ നമ്മൾ നീക്കിയാൽ അത് കുടുംബത്തിന് ഐശ്വര്യമാകും. അതുകൊണ്ട് ഈ ചിന്ത മനസ്സിലേക്ക് ഓർക്കുക. ചിലപ്പം കൈ ഉയർത്തിപ്പിടിച്ചായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ടായിരിക്കാം ഉള്ളത്. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ നിന്ന് മാറാൻ, പൈശാചികമായ ബന്ധനം മാറാൻ, എൻ്റെ മക്കൾ നേരെയാകാൻ, എൻ്റെ ജീവിത പങ്കാളിയുടെ തഴക്കദോഷങ്ങളൊക്കെ മാറാൻ, എൻ്റെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകാൻ നോമ്പ് നല്ലതാണ് എന്ന് പറഞ്ഞു തരുന്ന ഏറ്റവും മനോഹരമായ ചിന്ത. സ്നേഹമുള്ളവരെ, ബൈബിള് നമ്മൾ വായിക്കുമ്പം പ്രത്യേകിച്ച് നമുക്ക് കാണാം, നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട പല രീതിയിൽ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും, ഇന്നത്തെ ആദ്യത്തെ റീഡിങ് നമുക്കറിയാം, ആദവും ഹവ്വായും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ഒരു സാഹചര്യമാണ്. വിലക്കപ്പെട്ട ആ പഴം അവർ ഭക്ഷിച്ചു. തിന്നരുതെന്ന് പറഞ്ഞൊരു സാധനം, കണ്ണിന് കൗതുകരം, വളരെ ഭംഗി, തിന്നു കഴിഞ്ഞാൽ നല്ല സ്വാദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഹവ്വ ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദത്തിനോട് പാദം തിന്നു. അതൊക്കെ ബാക്കിയുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. സ്നേഹമുള്ളവരെ, ഈ ചിന്തകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഞാൻ പറയാമല്ലോ. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ 3 കാര്യങ്ങളാണെന്നാണ് പറയുക. 1 ഭക്ഷണം, 2 സുഖം, 3 ഉറക്കം. ഈ 3 മേഖലയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ പാപങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാപത്തിൻ്റെ എല്ലാ മേഖലകളും മാറിപ്പോകാൻ നമുക്കറിയാം, ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴാണ് പാപങ്ങൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാകുമ്പം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഈ നോമ്പ് കാലത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നോ എന്ന് ശരീരത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവാവസ്ഥ കുറയും. അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല, സുഖം, ഉറക്കം, അതുപോലെ തന്നെ ഭക്ഷണം, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൻ്റെ മാലിന്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ നോമ്പുകാലം അതൊക്കെ മാറ്റാനായിട്ടൊന്ന് ശ്രമിക്കുക. സ്നേഹമുള്ളവരെ, ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ വേറൊരു കാര്യമുണ്ടോ ഈ ഉപവാസത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തരുന്നൊരു കാര്യം. ദാനിയേലിൻ്റെ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 21 ദിവസം നമ്മുടെ പ്രേ ഗ്രൂപ്പും അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോയവർക്കൊക്കെ മനസ്സിലാക്കാം. 3 ആഴ്ച ദാനിയേൽ ഫാസ്റ്റ് ചെയ്തു.
ആ ഫാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനിങ്ങനെ തീരുമാനിക്കുകയാണ്, ഞാൻ ഭക്ഷണം കഴിക്കും, പക്ഷേ ഒത്തിരി ലാവിഷായിട്ടുള്ള ഭക്ഷണം ഞാൻ കഴിക്കില്ല. അതുപോലെ തന്നെ ഒത്തിരി ആഡംബരമായിട്ട് ഞാൻ ജീവിക്കില്ല, ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കും. 3 ആഴ്ച നമുക്കറിയാം, 7 × 3 21. ആ 21 ദിവസമാണ് ദാനിയേൽ ഫാസ്റ്റിംഗ് ഡേ എന്ന് പറയുന്നൊരു സാഹചര്യം. സ്നേഹമുള്ളവരെ, അവൻ 21 ദിവസം അങ്ങനെ ഫാസ്റ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ 21-ാം ദിവസം, 22-ാമത്തെ ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടു. വെള്ള വസ്ത്രധാരിയായവൻ പ്രത്യക്ഷപ്പെട്ട് അവൻ പറഞ്ഞു, നീ ഫാസ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ച ആ ദിവസം തന്നെ നിന്റെ ജീവിതത്തെ, നിന്റെ പ്രാർത്ഥനയെല്ലാം കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഒരു ദൂതനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു കഴിയുമ്പം തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ പാപങ്ങളൊക്കെ മാറ്റാൻ സ്വർഗം തുറന്നു ദൈവം ഒരു ദൂതനെ നമ്മുടെ വീട്ടിലേക്ക് അയക്കും. ഏത് മാലാഖയാണെന്നറിയില്ല, ഗബ്രിയേൽ ദൂതനാകാം, നമ്മുടെ കാവൽ മാലാഖയാകാം, നമ്മളെ അയക്കും, ശക്തിപ്പെടുത്തുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാനിയേലിനെ ശക്തിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ദാനിയേലിൻ്റെ കാര്യവും നമ്മൾ കേട്ടു. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പം ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ആ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ശിഷ്യന്മാർ ഉണ്ട്, അടുത്ത് സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുന്നു. അവരന്നേരം ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ട് കാണുന്നു. എന്നോടുകൂടെ 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഉണർന്നിരിക്കാനായിട്ട് സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിനെന്ന് ഈശോ ലാസ്റ്റ് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വിഭൂതി തിരുനാളിലും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാൻ തിരുസഭ നമുക്ക് തന്നിരിക്കുന്ന 50 ദിവസം. ഈ 50 ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും നല്ല ദിവസങ്ങളാണ്. അതുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ ചെയ്തതുപോലെ ഇഷ്ടമുള്ള സാഹചര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ, ആഡംബരങ്ങൾ ഒഴിവാക്കാൻ, എൻ്റെ ശാരീരിക തൃഷ്ണയായ ഏതെങ്കിലും രീതിയിൽ തെറ്റിലേക്ക് നയിക്കുന്നുണ്ട് അത് മാറ്റാൻ, നല്ല അപ്പനാകാൻ, നല്ല അമ്മയാകാൻ, ഇത് എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ കാണിക്കുമ്പം എൻ്റെ മക്കളത് കണ്ടുപഠിക്കാൻ, പുതിയ തലമുറയ്ക്ക് നല്ല ഉത്തേജനം നൽകാൻ, നല്ല മാതൃക നൽകാൻ ഈ വിഭൂതി തിരുനാളിന് സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രനുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കണ്ണീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ, കണ്ണീരാരുതരും കണ്ണീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ, കണ്ണീരാരുതരും നിൻ തിരുകൽപ്പന വിട്ടുലകിൻ മറിമായങ്ങളിൽ മുഴുകിയ പാഴായി പോയൊരു ദിനമെല്ലാം ഓർത്തോർത്തുരുകി കരയാനാ താപത്തിൻ കണ്ണീരാരുതരും, താപത്തിൻ കണ്ണീരാരുതരും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിന്റെ കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ.
മാമോദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിച്ച് മുദ്രയാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന് മരിച്ച് നിനക്കായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തിൻ്റെ വസ്ത്രം ധരിച്ചു ശിരസിൽ ചാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ച നിനിവാക്കാരെ ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിൻ്റെ ഭാഗ്യചിഹ്നമായി ഞങ്ങൾ പൂശുവാൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായനേക്കും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ തോമസ് ലവനാൻ മെത്രാനെയും അവരുടെ സഹശുശ്രൂഷകരെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 40 രാവും 40 പകലും ഉപവസിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാതൃക നൽകിയ കർത്താവേ, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനും ദൈവരാജ്യം സ്ഥാപിക്കാനുമായി ഭൂമിയിലേക്ക് വന്ന കർത്താവേ, വിശക്കുന്നവരുമായി അപ്പം പങ്കിടുന്നതും നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുന്നതും ഭവനരഹിതർക്ക് പാർപ്പിടം നൽകുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതുമാണ് യഥാർത്ഥ ഉപവാസമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്ത കർത്താവേ, ദുഷ്ടയുടെ കെട്ട് കഴിക്കുകയും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ് നീ ആഗ്രഹിക്കുന്ന ഉപവാസമെന്ന് പ്രവാചകൻ വഴി ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, പാപികൾ നശിക്കണമെന്ന് ആഗ്രഹിക്കാതെ അവരെ നേർവഴിക്ക് തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പശ്ചാത്താപം പ്രകടിപ്പിച്ച കാളന് സ്നേഹപൂർവ്വം മാപ്പ് നൽകിയ കർത്താവേ, പശ്ചാത്താപിക്കുന്ന പാപിയെ പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകണമെന്ന് അരുളിച്ചത് കർത്താവേ, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് പഠിപ്പിച്ച കർത്താവേ, പ്രകൃതിയെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുകയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവ വിനിയോഗിക്കുവാൻ ഞങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്ത കർത്താവേ, ദൈവരാജ്യവും അതിന്റെ നീതിയും ആദ്യം അന്വേഷിക്കുവാൻ അപ്പോൾ മറ്റുള്ളവയെല്ലാം ലഭിക്കുമെന്ന് ഞങ്ങളെ ഉപദേശിച്ച കർത്താവേ, സ്നേഹപിതാവായ ദൈവമേ, ഉണ്ണീശോയുടെ വളർത്തു പിതാവും
പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ മാർ യൗസേപ്പ് പിതാവിൻ്റെ മാതൃക അനുകരിച്ച് ദൈവഹിത പ്രകാരം ജീവിക്കുവാനും ദൈവം ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന ജോലികൾ വിശ്വസ്തയോടെ നിലനിർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായത്താൽ ഈശോയിൽ കേന്ദ്രീകൃതമായ കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രൂപത്തിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാകുവാനും ചെയ്ത കർത്താവേ, ആത്മപരിത്യാഗത്തിൻ്റെയും ഹൃദയ പരിവർത്തനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ചൈതന്യത്തിൽ ജീവിക്കാൻ ഈ നോമ്പ് കാലത്ത് ഞങ്ങളെ സഹായിക്കണമേ. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരോടൊപ്പം തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ. പ്രാർത്ഥനയും ഉപവാസവും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും ജീവിതത്തിലെ കുരിശുകൾ സഹിച്ച് സ്വർഗോന്മുഖമായി ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടടയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാരാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെ മറിയസേത്തിനെയും സാധരമൂർത്തിയാ ആവണമീ ബലി. പോലെ എന്നേക്കും ആമീനാമീ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ.
നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെങ്ങും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിരരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സ്വർഗ്ഗത്തെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളാൽ ജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യവും പിതാവിന്റെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വയവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായി ശരീരത്തിലേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രിയാർക്കിസമാരും മെത്തന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി
നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ നഷ്ടപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാധൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. അഗ്നിമേന്മാരും മരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരുവികളുമായ കൃപയന്മാരോടും സാപ്രയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലാവർ തിരുസന്നിധിയിൽ ആനവരറും സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ
സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോളും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സുഖഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദസ്യനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസനരൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കാം. ഈ വിഭൂതി തിരുനാളിൽ ഈശോയുടെ തിരുശരീരക്തങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് ഓർക്കാം. 50 ദിവസവും ഉപവസിക്കാനായിട്ടുള്ള വലിയ കൃപ തരണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പം ഈശോയുടെ ആ മരുഭൂമിയിലെ പരീക്ഷ, ആ 3 പ്രലോഭനങ്ങളെയും ഈശോയ്ക്ക് അതിജീവിക്കാനായിട്ട് സാധിച്ചത് 40 ദിവസം ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നോമ്പ് നോക്കാനും ഒന്നും നമുക്ക് സാധിക്കില്ല. പരിശുദ്ധാത്മാവാണ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത്. ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നോമ്പിൻ്റെ ചൈതന്യത്തിലായിരിക്കാൻ നമുക്ക് സാധിക്കൂ. അല്ലെങ്കിൽ പ്രലോഭനത്തിൽ പെടുമ്പം നമ്മുടെ ഉപവാസവും നോമ്പും ഒക്കെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങളെ യോഗ്യതയോടെ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ട ഈ സമയത്ത് പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ. നോമ്പിൻ്റെ ചൈതന്യത്തിൽ 50 ദിവസം ജീവിക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതോ പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതോ പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പിതാവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു.
നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അറ്റപ്പതിച്ചുപോയി ഞങ്ങളെ സംതരിക്കുകയും മൃതരായി ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് അലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ പിതാവും മെലജിസ്റ്റുനുമായ മാർ തോമസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കഥാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. കർത്താവേടിവരും ബലഹീനരും ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ദൈവത്യജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സുഖരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കഥാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ
ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിഗ്രസരമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കഥാവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയായി എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കഥാവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിനു മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതനാക്കണമേ. കഥാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കഥാവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീരക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കഥാവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കഥാവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുതകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇരുപക്ഷിക്കുന്നവ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമൊഴങ്ങി കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തരുടെ സമീപിക്കാം. അനുതാപത്തിലാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിച്ചുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം.
മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നീതാന്തം ഹൃദയം ദീപ്തമാക്കാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസ്സായി ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനെ നിണവും തിരുമേയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനും അതുപോൽ ജീവൻ കാരണം ആയിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കഥാവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സകരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ നിലയാധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കഥാവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഗതേരും പ്രസന്നവദനം നിഷ്കലങ്കരുമായി ആഭരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് ഈ പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സുഖത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു,
ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തെ സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിൻ സ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുവേ, നിന്നെ ഞാൻ കാണും നീ അൾത്താരയിൽ. ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുവേ, നിന്നെ ഞാൻ കാണും നീ അൾത്താരയിൽ. സ്നേഹം മാത്രം ചൊരിയുന്നവനായി, സ്നേഹം ഒഴുകും തെളിനീരുറവയതാ. കുരിശിൽ നീക്കിയ സ്നേഹത്തിൻ ഫലമായി ദിനവും കുർബാനയായി എന്നിൽ വാഴുന്നു. ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുവേ, നിന്നെ ഞാൻ കാണും നീ അൾത്താരയിൽ.
ഒരു വാക്കുനാഥ അരുളീണേ, സുഖമായിടും എൻ ഹൃദയം. സൗഖ്യം തരണേ സൗഖ്യദായകനേ, നിത്യം കുർബാനയായി എന്നിൽ വാണിടണേ. ദിവ്യകാരുണ്യമേ എന്റെ പൊന്നേശുവേ, നിന്നെ ഞാൻ കാണുന്നീയ താരയിൽ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ദുരിതത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിനെ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുവിൽ അകറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചേർക്കുവാനും അവ സദാത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിനിത്യ സൗഭാഗ്യത്തിനെയും മകളുമായിരിക്കട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദ്യരാജ്ഞായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിഭൂതി തിരുനാളിൻ്റെ ആശീർവാദ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ കിടക്കുന്നു. ഒരു നിമിഷം കൂടെ നമുക്ക് ഒരുങ്ങാം. യേശു കൃപ തരുന്ന നിമിഷങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പള്ളി വരാനും പ്രാർത്ഥിക്കാനും സാധിച്ചതിനോർത്ത് നന്ദി പറയാം. ഉപവാസത്തിൻ്റെ, നോമ്പിൻ്റെ, അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, പരിഹാരത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ തരുമ്പം എൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാനും ഉള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃതജ്ഞതാ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് കിടക്കാം. കഥാവായ ദൈവമേ, ജീവദായകമായ അങ്ങയുടെ വചനം സ്വീകരിച്ച് പാപബോധത്തിലും പരിഹാര മനോഭാവത്തിലും വളരുവാനും തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിത്യജീവന് അർഹരാകുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങയുടെ ഈ ദാനത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ അശക്തരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പാപങ്ങൾ പൊറുക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനുമായ മെസ്സിഹായെ, പശ്ചാത്താപത്തോടെ നിന്റെ പക്കലേക്ക് അണഞ്ഞ് ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ കാരുണ്യം എന്നും പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. മാനവരഖിലം ദൈവികമാ ജീവൻ നിത്യം ഉൾകിടുവാൻ തനേനെ മണ്ണിനു നൽകിയോരാ ദൈവപിതാവിനെ വാഴ്ത്തിടാം.
താനെ വാഴ്ത്തിടാ. മാനവരാജ്യം നേടിടുവാൻ ദൈവിക ഗീതം പാടിടുവാൻ പ്രാർത്ഥന പകരും വരദാനം നിങ്ങളിലെങ്ങും നിറയട്ടെ. ദൈവത്തിൻ പ്രിയ ജനമേ, ഭൂവിൽ നിങ്ങൾ ചിരകാലം സൗഭാഗ്യത്താൽ നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവേ, കരുണമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്ക് പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ അറിഞ്ഞുകൂടാ. എല്ലാവരും ഇരിക്കുക. ഇന്ന് നമ്മുടെ നെറ്റിയിൽ പൂശുവാനായിട്ടുള്ള ഭസ്മം അച്ഛൻ വെഞ്ചരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്ന പോലെ എല്ലാ വീട്ടിലേക്കും അത് കൊടുത്തുവിടുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് കുടുംബനാഥന്മാരായിട്ട് വന്നിട്ടുള്ളവർ അവർ മുമ്പോട്ട് വരിക, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അത് സ്വീകരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരും ഇന്ന് പള്ളി വരാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ നിങ്ങൾ കടന്നു വരുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞാൽ 2 പൊതി ഞാൻ തന്നുവിടാം, അതവർക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വീട്ടിൽ നമ്മൾ കുടുംബ പ്രാർത്ഥനയിലെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് തിരി കത്തിച്ച് വെച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് കുടുംബനാഥൻ ഇപ്പം നമ്മൾ തീരെ പൊടിയായിട്ടാണ് ഇരിക്കുക, അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളമോ ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് വെച്ച് നെറ്റിയിൽ പൂശുവോ അത് ഭസ്മം ഇടുകയോ എന്തെങ്കിലും ചെയ്ത് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ആ ഉപവാസത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്നു വരാനായിട്ട് പ്രത്യേകം അത് ഉപകരിക്കട്ടെ. നമുക്കറിയാം നമ്മുടെ വീടുകളൊക്കെ വെഞ്ചരിച്ചിട്ട് കുറേ നാളായി. പ്രത്യേകിച്ച് ഇത് നമ്മൾ വെഞ്ചരിക്കുന്നു, നമ്മൾ ക്രിസ്ത്യാനികളാണ്, പ്രത്യേകിച്ച് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നുള്ളൊരു വലിയ ചിന്തയാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ പേരൻസും മുമ്പോട്ട് കടന്നു വരിക, വീട്ടിൽ നിന്ന് ഒരാൾ മുമ്പോട്ട് കടന്നു വരിക. അങ്ങനെ ഞാനത് തരും, അത് തന്നു കഴിയുമ്പം പറഞ്ഞ പോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ ഭസ്മം മൂശുന്ന സമയത്ത് പാടേണ്ട ഒരു പാട്ട് ഇപ്പോൾ പാടുകയും ചെയ്യും. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരിക്കുക. കുടുംബനാഥന്മാരും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് മുമ്പോട്ട് വരിക. നമ്മൾ കുർബാനയ്ക്ക് സ്വീകരിച്ചാൽ അച്ഛൻ മുമ്പിൽ നിന്ന് തരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നൂനം അനുതാപ കണ്ണുനീർ വീട്ടി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നൂനം ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും.
തിരിഞ്ഞു വീഴും നീതി നിറം മാറി ചാമ്പലായി തീരും മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങുന്നോരം ദൈവപുത്രൻ വരുന്നൂഴിയിൽ ധാന്യക്കടമെല്ലാം ശുചിയാക്കുവാ ദൈവപുത്രൻ വരുന്നൂഴിയിൽ ധാന്യക്കടമെല്ലാം ശുചിയാക്കുവാൻ നിൻമണികൾ സംഭരിക്കുന്നു കെട്ട പതിരെല്ലാം ചുറ്റിരിക്കുന്നു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങുന്നോരം ആയിരങ്ങൾ വീണു താഴുന്നു മർത്യമാനസങ്ങൾ വെന്തു നീറുന്നു ആയിരങ്ങൾ വീണു താഴുന്നു മർത്യമാനസങ്ങൾ വെന്തു നീറുന്നു നിത്യജീവൻ നൽകിടും നീർച്ച വിട്ടു മരുഭൂവിൽ ജലം തേടുന്നു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങുന്നോരം സ്വർഗരാജ്യമാർഗമങ്ങോളം കൂർത്ത മുള്ളുമുറ്റി ഇരുണ്ടു നിൽപ്പോ സ്വർഗരാജ്യമാർഗമങ്ങോളം കൂർത്ത മുള്ളുമുറ്റി ഇരുണ്ടു നിൽപ്പൂ തീനരകം തീർത്ഥമാർഗങ്ങൾ വീതി നിറഞ്ഞു പോ ചൊരിഞ്ഞു നിൽപ്പോ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങുന്നോനം ശിലോഹായിൽ ഗോപുരം വീണു കൂടെ നരരേരെ മരിച്ചു വീണു
ശിലോഹായിൽ ഗോപുരം വീണു കൂടി നരരേറെ മരിച്ചു വീണു തപം ചെയ്തു വരം നേടായെങ്കിൽ നിങ്ങൾ അതുപോലെ തകർന്നു പോകും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ.